പാകിസ്ഥാൻ അന്തർവാഹിനിയുടെ സാന്നിധ്യം ബംഗാൾ ഉൾക്കടലിലേക്ക് നീങ്ങുന്നതായി സൂചന. ആശങ്കയോടെ ഇന്ത്യയാകട്ടെ ഈ ഒരു നീക്കത്തെ സസൂക്ഷ്മമായി അല്ലെങ്കിൽ കരുതലോടുകൂടി തന്നെ വീക്ഷിക്കുകയാണ്. അരനൂറ്റാണ്ടിലേറെ കാലത്തിന് ശേഷം ബംഗാൾ ഉൾക്കടലിൽ നാവിക സാന്നിധ്യം ശക്തിപ്പെടുത്താൻ ഇന്ത്യ ഒരുങ്ങുന്നത്. അതുപോലെ തന്നെ ചൈനയിൽ നിന്ന് അവിടെ സ്വന്തമാക്കിയ അത്യാധുനിക ഹാങ്ങർ ക്ലാസ് സബ്മറൈൻ അന്തർവാഹിനികളിൽ ആദ്യത്തേത് ഇപ്പോൾ കറാച്ചിയിൽ എത്തിയതായി തന്നെ പാക് നാവികസേന സ്ഥിരീകരിച്ചതോടുകൂടി തന്നെ മേഖലയിൽ ഇപ്പോൾ പുതിയ തന്ത്രപ്രധാന ചർച്ചകൾക്ക് തുടക്കമായിരിക്കുന്നത്. പാകിസ്ഥാൻ നാവികസേനയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ അന്തർവാഹിനി പദ്ധതിയെ ഇവിടെ വിലയിരുത്തുന്നത്. ചൈനയുടെ സാങ്കേതിക സഹായത്തോടെയാണ് ഹാങ്കർ ക്ലാസ് അന്തർവാഹിനികൾ നിർമ്മിച്ചിരിക്കുന്നത്. ആകെ 8 അന്തർവാഹിനികളാണ് പാകിസ്ഥാന് സ്വന്തമായുള്ളതും. ഇതിലൂടെ തന്നെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ തങ്ങളുടെ സാന്നിധ്യം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ഇസ്ലാമാബാദിന്റെ ലക്ഷ്യമെന്നതാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാന ആശങ്കയാകട്ടെ പാകിസ്ഥാൻ ഭാവിയിൽ ബംഗാൾ ഉൾക്കടലിലും കിഴക്കൻ സമുദ്ര മേഖലയിലും കൂടുതൽ സജീവമാകും എന്നതാണ്. പ്രത്യേകിച്ച് ഈസ്റ്റേൺ നേവൽ കമാൻഡ് ആസ്ഥാനമായ വിശാഖപട്ടണത്തിനും തന്ത്രപ്രധാനമായ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് മേഖലയ്ക്കും സമീപം പാക് നാവിക സാന്നിധ്യം വർദ്ധിപ്പിക്കാനുള്ള സാധ്യത വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഇന്ത്യ കണക്കാക്കുന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഇന്ത്യയുടെ സമുദ്ര സുരക്ഷാ തന്ത്രത്തിലെ നിർണായക കേന്ദ്രമാണിത്. അതേപോലെ തന്നെ മലാക്ക കടലിടുക്കിലേക്കുള്ള പ്രവേശന കവാടത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ മേഖല ഇന്ത്യൻ നാവികസേനയുടെ നിരീക്ഷണ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ആത്യന്തം പ്രാധാന്യപ്പെട്ടതാണ്. അതിനാൽ തന്നെ ഈ മേഖലയിൽ ഏതെങ്കിലും പുതിയൊരു സൈനിക നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യ അതീവ ജാഗ്രത പാലിക്കാറുണ്ട്. അതേസമയം ഇന്ത്യൻ നാവികസേന ഇതിനോടകം തന്നെ ആണവ അന്തർവാഹിനികൾ, വിമാനവാഹിനി കപ്പലുകൾ, ദീർഘദൂര നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മേഖലയിൽ ശക്തമായ സാന്നിധ്യം നിലനിർത്തുന്നുണ്ട്. അതിനാൽ തന്നെ പാകിസ്ഥാന്റെ നീക്കം ഉടൻ തന്നെ ഒരു സൈനിക വെല്ലുവിളി സൃഷ്ടിക്കുന്നു എന്നതിലുപരിയായി തന്നെ ഭാവിയിലെ തന്ത്രപരമായ മാറ്റങ്ങളുടെ സൂചനയായാണ് ഇതിനെ കണക്കാക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ചൈന പാകിസ്ഥാൻ സഹകരണം വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ ബംഗാൾ ഉൾക്കടലിൽ പാകിസ്ഥാന്റെ പുതിയ നീക്കങ്ങൾ ദക്ഷിണേഷ്യൻ സമുദ്ര സുരക്ഷാ സമവാക്യങ്ങളിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. അതോടൊപ്പം തന്നെ 1971 ബംഗ്ലാദേശ് യുദ്ധത്തിന് ശേഷം ആദ്യമായിട്ടാണ് ബംഗാൾ ഉൾക്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇത്തരമൊരു നീക്കം നടത്തുന്നത്. ഹാങ്കർ ക്ലാസ് മുങ്ങിക്കപ്പലുകൾക്ക് 20 ദിവസം വരെ വെള്ളത്തിനടിയിൽ കഴിയാൻ ശേഷിയുണ്ട് എന്നതാണ് വ്യക്തമാക്കുന്നത്. അന്തർവാഹിനികൾക്ക് ഹാങ്ങർ എന്ന പേരും ഇവിടെ യാദൃച്ഛികമായിട്ടല്ല നൽകിയിരിക്കുന്നത് എന്നതാണ് വ്യക്തമാക്കുന്നതും. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്ത് INS വുക്രി എന്ന ഇന്ത്യൻ പടക്കപ്പൽ തകർത്തുകൊണ്ട് PNS ഹാങ്കർ എന്ന പാക് മുങ്ങിക്കപ്പലുകൾ അവിടെ ഉണ്ടായതായും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. യുദ്ധത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി എങ്കിൽ പോലും വുക്രി നഷ്ടപ്പെട്ടത് വലിയ ആഘാതമായി തന്നെയാണ് കണക്കാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.